നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വിജയത്തിൽ, ഈ മാറ്റത്തിൽ നമ്മൾ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കേണ്ടത് ആഷ്ലി വെസ്റ്റ്വുഡിനാണ്. ആ കോച്ച് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ നിങ്ങളൊന്ന് നോക്കണം. അദ്ദേഹത്തിൻ്റെ മുമ്പ് ബ്ലാസ്റ്റേഴ്സ് 7 കളികളിൽ നിന്ന് 1 പോയിൻ്റാണ് നേടിയിരുന്നെങ്കിൽ അദ്ദേഹം വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റം നോക്കുക. കഴിഞ്ഞ 3 കളികളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് 7 പോയിൻ്റുകളായിരിക്കുന്നു. ഈ സീസണിലെ ആദ്യത്തെ ഹോമിലുള്ള ആദ്യ വിജയം സ്വന്തമാക്കുന്നു ഈ ജംഷഡ്പൂരിനെതിരെയുള്ള കളിയിലെ 2-0 വിജയത്തോടെ. എന്ന് മാത്രമല്ല, സീസണിലെ ആദ്യത്തെ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ചുരുക്കി പറഞ്ഞാൽ, കോച്ച് വന്നു, ചില താരങ്ങളെയൊക്കെ മാറ്റി, ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ട്രാക്കിലാവുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഡേവിഡ് കാറ്റ്ല എന്ന കോച്ച് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിന് ലഭിച്ച കളിക്കാരങ്ങനെയുള്ളവരാണ്, വിദേശ താരങ്ങൾ മോശമാണെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, പക്ഷേ ഒരു യാഥാർത്ഥ്യമില്ലേ? ആഷ്ലി വെസ്റ്റ്വുഡ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മാനേജ്മെൻറ്റ് മാറ്റങ്ങൾ വരുത്തിയില്ലേ? അങ്ങനെയുള്ള കോച്ചുമാരെയാണ് വേണ്ടത്. താരങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ കൃത്യമായിട്ട് നിഹാൽ സുധീഷ് പറഞ്ഞു, കോച്ച് എനിക്ക് കോൺഫിഡൻസ് തന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എതിരാളികളെ ടേക്ക് ഓൺ ചെയ്യാനും അതുപോലെ തന്നെ ഓൺ പൊസിഷനിൽ കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് സാധിച്ചു. പിന്നെ ടീമിൻ്റെ സപ്പോർട്ട്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ എൻ്റെ കാര്യത്തിലും ഹാപ്പിയാണ്, വിപിൻ മോഹൻ്റെ കാര്യത്തിലും ഹാപ്പിയാണ്. എൻ്റെ കൊച്ചിയിലെ ഫസ്റ്റ് ഗോളാണിത്. എനിക്കറിയാം ഇത് കൊച്ചിയിൽ ഗോൾ അടിക്കുക എന്നുള്ളത് എത്രത്തോളം സ്പെഷ്യലാണെന്ന് എനിക്കറിയാം. ഈ ക്ലബ്ബ്, ഐ നോ ദിസ് ക്ലബ്ബ്, ഐ ഹാവ് ബീൻ ഫാൻ ഓഫ് ഇറ്റ്. നൗ സ്കോറിങ് ഫോർ ദം അറ്റ് ഹോം മേക്ക് ഇറ്റ് സ്പെഷ്യൽ എന്ന് നിഹാൽ സുധീഷ് പറയുമ്പോൾ അതിനുള്ള അദ്ദേഹത്തിന് കോൺഫിഡൻസ് കൊടുത്തത് ആഷ്ലി വെസ്റ്റ്വുഡിനെ പോലുള്ളൊരു കോച്ചാണ്. അദ്ദേഹത്തിൻ്റെ വരവിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ നോക്കുക. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. കോച്ച് വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കാണുന്നു. ആഷ്ലി വന്നതോടുകൂടി ഒരുപാട് പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസിൽ മാറ്റമുണ്ടായിട്ടുള്ളതാണ് യാഥാർത്ഥ്യം. കാറ്റ്ലയ്ക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിനെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ആഷ്ലി ശരിക്കും പറഞ്ഞാൽ ഫ്രെഡിയെ വളരെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ താരങ്ങൾക്ക് അദ്ദേഹം കോൺഫിഡൻസ് കൊടുത്തപ്പോൾ നിഹാൽ സുധീഷിലുണ്ടായിട്ടുള്ള മാറ്റം നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് ഓരോ താരങ്ങളെയും മോട്ടിവേറ്റ് ചെയ്ത് കളിക്കളത്തിലേക്ക് വിട്ട് ആ ഒരു പർപ്പസ് എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് ശരിക്കും കൈയടിക്കേണ്ട ഒരു വർക്ക് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 11ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുമുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.